ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പ്രൊമോട്ട് ചെയ്ത ചില ഓൺലൈൻ ഗാംബ്ലിംഗ് ബെറ്റിംഗ് ഗെയിംസിനെ കുറിച്ചും അതിന്റെ ഇമ്പാക്ട്സിനെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗാംബ്ലിംഗ് ആൻഡ് ബെറ്റിംഗ് ഇന്ത്യയിൽ സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ആണ് എന്നുള്ളത്. എന്നിട്ട് പോലും ഇതേപോലെയുള്ള ഗെയിം വെച്ച് കളിച്ച പൈസ കൊണ്ട് വീട് വാങ്ങി, കാറ് വാങ്ങി, ഗോൾഡ് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് പ്രൊമോട്ട് ചെയ്യുന്ന സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനും അത് കണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയ ഫോളോവേഴ്സിനും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഈ അടുത്ത് ഒരു ഇൻഫ്ലുവൻസർ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇതുപോലെയുള്ള ഓൺലൈൻ ഗെയിംസ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അവർക്ക് കിട്ടുന്ന ഓഫർ മിനിമം 5 ലക്ഷം രൂപയാണ്. യൂട്യൂബിൽ ഇതുപോലെയുള്ള ഇല്ലീഗൽ ഗെയിംസിന്റെ പ്രൊമോഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള നിയമപരമായിട്ടുള്ള തടസ്സങ്ങൾ കാരണം ഇൻഫ്ലുവൻസേഴ്സിന്റെ ആക്ടിവിറ്റീസ് ഫുള്ള് നടക്കുന്നത് ഇൻസ്റ്റയിലാണ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു ഗെയിം കളിച്ച് നമ്മുടെ കയ്യിലുള്ള കാശ് ഇരട്ടിയാക്കാമെന്ന് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് ശ്രദ്ധിക്കും. പക്ഷേ ഈ ഗെയിമിന്റെ ഡെവലപ്പേഴ്സ് മണ്ടന്മാരാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ആദ്യത്തെ 2-3 ഗെയിമുകളിലൊക്കെ നിങ്ങൾ വിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും. പിന്നീട് വലിയ വലിയ എമൗണ്ടുകൾ വെച്ച് നിങ്ങൾ കളിക്കാൻ തുടങ്ങും. അവിടെയാണ് ശരിക്കുള്ള ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് ഓരോ തവണയും നിങ്ങൾ ഫെയിൽ ആവും തോറും നിങ്ങളുടെ വാശി കൂടും. അത് പിന്നീട് വലിയൊരു ലോസിലേക്കും അതുവഴി ഡിപ്രഷനിലേക്കും സൂയിസൈഡിലേക്കും എത്തുന്നു. ശരിക്കും നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ സ്കില്ല് കൊണ്ടാണ് ഓരോ തവണയും നമ്മൾ വിൻ ചെയ്യുന്നതെന്ന്. പക്ഷേ അതല്ല, നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ കയ്യിലുള്ള വലിയ വലിയ എമൗണ്ടുകൾ വാങ്ങുകയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന പണമാണ് ഇവരുടെ ടോട്ടൽ പ്രോഫിറ്റ്. ഈ ടോട്ടൽ പ്രോഫിറ്റിന്റെ ഒരു ശതമാനം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസറിനും കിട്ടും. 2 മാസം മുൻപ് ഹൈദരാബാദിൽ ഒരു സ്റ്റുഡന്റ് ഓൺലൈൻ ഗാംബ്ലിങ്ങിലൂടെ 8 ലക്ഷം രൂപ നഷ്ടപ്പെടുത്തിയ വിഷമത്തിൽ സൂയിസൈഡ് ചെയ്തിരുന്നു. ബാംഗ്ലൂർ ഒരു ടെക്കി, രാജ്ഘട്ടിൽ ഒരു സ്റ്റുഡന്റ്, അതുപോലെ എത്രയെത്ര കേസസ്. ഒരുപാട് ഓഫേഴ്സ് കിട്ടിയിട്ടും അതൊക്കെ റിജക്ട് ചെയ്ത് ഇതുപോലെയുള്ള ഇല്ലീഗൽ ഗാംബ്ലിങ്ങിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരോടൊക്കെ ഈ ഒരു മൊമെന്റിൽ ഒരുപാട് റെസ്പെക്റ്റ് ആണ് തോന്നുന്നത്. ഇല്ലീഗലായിട്ടുള്ള മാർഗങ്ങളിലൂടെ നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. അതിന്റെ കോൺസിക്വൻസസ് എന്നാണെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ നേരായിട്ടുള്ള മാർഗം വേണോ തെറ്റായിട്ടുള്ള മാർഗം വേണോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്.